നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് അധികം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പം ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ കാംബ്ലിയെ പറ്റിയൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് കറുത്ത നിറമുള്ളതുകൊണ്ടും ഒക്കെ അനുഭവിച്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് വരുന്ന ഇന്ത്യൻ ക്രിക്കറ്റേഴ്സൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവഗണന, തള്ളിപ്പറച്ചിലൊക്കെ. പക്ഷെ ഇത് റേഷ്യലായിട്ട് അബ്യൂസ് ചെയ്തു എന്നാണ് ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ ഇന്ത്യൻ എക്സ്പ്രസിലൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും 1982-83 പാകിസ്ഥാൻ ടൂറിനിടയിൽ തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനിടയിലാണ് കറുത്ത കേക്ക് തന്നെ വാങ്ങിയ നന്നായി എന്ന് ഒരു ഇന്ത്യൻ കളിക്കാരൻ പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു റേഷ്യൽ അബ്യൂസിന്റെ ഒരു ഹിസ്റ്ററി ഇന്ത്യൻ ക്രിക്കറ്റിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പ്രകടമായിട്ട് ഈ പറഞ്ഞ ശിവരാമകൃഷ്ണന്റെ ഈ അനുഭവം മാത്രമല്ല, ശിവരാമകൃഷ്ണന്റെ ഒരു സൈക്കിക് ആയിട്ടുള്ള എല്ലാ സംഗതിയും തകർത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ വരെ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് എത്രത്തോളം ഇത് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, ആകെപ്പാടുള്ള ഒരു നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു വർത്താനം ഉണ്ടല്ലോ ആൾക്കാരുടെ, അതിപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നല്ല. അപ്പൊ ഞാൻ ആദ്യം മുംബൈയിൽ ശിവാജി പാർക്കിലൊരു സ്റ്റോറി ചെയ്യാൻ പോയത് ഒരു ഓസ്ട്രേലിയൻ മാഗസിന് വേണ്ടി. അവിടുന്ന് ഒരു ഫോട്ടോഗ്രാഫറെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യണതിന്റെ ഇടയ്ക്ക് ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കളിക്കാരൻ, ഒരു ചെറിയ പയ്യൻ, 12-13 വയസ്സായ, അവൻ കുറച്ച് കറുത്തിട്ടായിരുന്നു, വെയിലത്താണല്ലോ കളിക്കണം. അപ്പൊ ഇവൻ കളിക്കണതിന്റെ ഇടയ്ക്ക് മുഴുവൻ ഇവന്റെ ടീംമേറ്റ്സ് ഇവനെ കാലിയ എന്ന് വിളിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഫോട്ടോഗ്രാഫർ എന്നോട് ചോദിച്ചു, വാട്ട് ദേ കോളിങ് ഹിം? അപ്പൊ ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേറ്റഡ് ഇറ്റ് മീൻസ് ബ്ലാക്കി. അപ്പൊ ഇവൻ ഞെട്ടിപ്പോയി ശരിക്കും. പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പോലും അല്ലല്ല, ഒരു ചെറുപ്പക്കാരനൊരു പയ്യൻ. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു കൾച്ചർ നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഇപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യ എന്ന് മാത്രല്ല പറയുന്നത്. ഇപ്പൊ ശിവരാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കറുപ്പാന്നാണ് തമിഴ്നാടു ടീംമേറ്റ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോ അത് കാലിയാന്നായി മാറും. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേദനിപ്പിക്കാൻ വേണ്ടി വേറെ കളിക്കാർ പറഞ്ഞതാണോന്ന് അറിയില്ല, അതോ ജനറൽ എന്താ അവരത് ഹ്യൂമർ ആയിട്ട് വിചാരിച്ചതാണോ, നമുക്ക് എനിക്കിപ്പോ ബാക്കിയുള്ളവരുടെ ഇന്റൻഷൻ എന്താന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. പിന്നെ ഞാൻ പറയുന്നുണ്ട്, കാരണം ഒരു കളിയുടെ ഇടയിൽ ശിവരാമകൃഷ്ണനെ കൊണ്ട് ഷൂ പോളിഷ് ചെയ്യിപ്പിക്കുന്നത്, പിന്നെ അത് ആരാന്ന് അറിയാതെ, പിന്നെ ട്രൈഡന്റ് ഹോട്ടലിൽ നിന്ന് കയറാൻ സെക്യൂരിറ്റി ഗാർഡ്, അത് പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ശിവ അല്ല, ശ്രീലങ്കയിലത്തെ ഏതോ ഒരു കളിക്കാരൻ ഇതേപോലെ, ആരാന്ന് എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പക്ഷെ അത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് 2008 നമ്മളവിടെ കളിക്കുന്ന സമയത്ത് താജ് സമുദ്രം, അപ്പൊ ഭയങ്കര സെക്യൂരിറ്റിയാണ്. 3 ലെവല് മറ്റേ റോഡ് ബ്ലോക്ക് ഒക്കെ കടന്നിട്ട് വേണം അകത്ത് പോവാൻ. അപ്പൊ ഒരു ശ്രീലങ്കൻ കളിക്കാരൻ വൺ ഡേ ടീമിലത്തെ ഏതോ ഒരു പ്ലെയർ ആയിരുന്നു. പെട്ടെന്ന് അവര് അവിടെ തടഞ്ഞു നിർത്തി, നീ ആരാ, പോവാൻ പറ്റില്ല. പിന്നെ അവന് ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്കണം. ഇവനെ കണ്ടപ്പോ ഇവര് വിചാരിച്ചു ഏതോ അറ്റൻഡറോ എന്തോ ആണ്. നമ്മുടെ സൊസൈറ്റി അത്രയും ഒരു കളറിസ്റ്റ് ഇതാണ്. ഇതേപോലെ മെക്കായ എൻറ്റീനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാൺപൂർ ലാൻഡ്മാർക്ക് ഹോട്ടലില്. മെക്കായ ആണെങ്കിൽ പുറത്തു പോകുമ്പോ അവനെ കീറി പറഞ്ഞ ഷോർട്സും ടീഷർട്ടൊക്കെ, ഒരു ബോധവും ഇല്ല എങ്ങനെ പോണത്. അപ്പൊ അങ്ങനെ ഇറങ്ങി പോയതാണ്. തിരിച്ചു വന്നപ്പോ ഗാർഡ് നിർത്തി, ഇതാരാ, അവർക്ക് അറിയില്ല ഇതാരാന്ന്. ഇപ്പൊ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഗാർഡിന് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്. പക്ഷെ ഇത് കാൺപൂർ ഒരു ചാൻസും ഇല്ല. അപ്പൊ ഇത് നിരന്തരമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ശിവരാമകൃഷ്ണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ട് ടെസ്റ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ കളിക്കാരൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ആ സമയത്ത് വളരെയധികം മീഡിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കളിക്കാരൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ സൈക്കിക്കായിട്ടുണ്ടാകുന്ന പ്രഷേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പറയുന്ന കൂട്ടത്തിൽ സുനിൽ ഗാവസ്കർ അന്ന് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം, ഈ കേക്ക് മുറിക്കൽ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ ഇതിനെ ഡീൽ ചെയ്യുന്ന ഹീൽ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ടോ? അപ്പൊ ഉണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും ശിവരാമകൃഷ്ണൻ ആകെ ഉണ്ടായിരുന്ന ഒരു തണൽ എന്ന് പറയാനുള്ളത് ഗവാസ്കർ ആയിരുന്നു. ഗവാസ്കറുടെ ക്യാപ്റ്റൻസിയിലാണ് ശിവയുടെ ഏറ്റവും നല്ല ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത്. ആ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ക്രിക്കറ്റ് ഫൈനലൊക്കെ എന്താ വെച്ചാൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഇപ്പൊ പാകിസ്ഥാൻ ടൂറിൽ
ഷുക്കൂറാണ് ഏതോ ഒരു പാകിസ്ഥാനി അമ്പയർ ഇതേപോലെ എന്തൊക്കെയോ തോണ്ടി പറഞ്ഞിട്ടുണ്ട് ശിവയോട്. അപ്പൊ ഗവാസ്കർ ഏതോ ഒരു ബ്രേക്കിൽ പോയി പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് യു ഡെയർ ടോക്ക് ടു മൈ പ്ലേയേഴ്സ് ലൈക്ക് ദിസ്, ഇഫ് യു വാണ്ട് യു ടോക്ക് ടു മീ, അവനോട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് പോയി പറഞ്ഞു. അപ്പൊ ആ ഒരു ഗവാസ്കർ ടീമിൽ ഉള്ളിടത്തോളം കാലം ആ ഒരു തണലുണ്ടായിരുന്നു. ഗവാസ്കർ 87 റിട്ടയർ ചെയ്തതോടുകൂടി അത് പോയി. പിന്നെ അപ്പൊ കളറിന്റെ കാര്യം മാത്രല്ല, ഇപ്പൊ മനീന്ദർ സിംഗ്, വേറെ സദാനന്ദ് വിശ്വനാഥ്, ഇവരൊക്കെ ഇതേപോലെ പ്രതിഭകളായിരുന്നു, പെട്ടെന്ന് കാണാതെയായി. പല പല പ്രശ്നങ്ങളും. ആ സമയത്ത് മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇല്ല. ഇപ്പൊ ക്രിക്കറ്റിനെ മാത്രം കുറ്റം പറയണതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ കള്ളുകൂടിയനാണ്, അല്ലെങ്കിൽ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെ, കാംബ്ലിയുടെ കാര്യത്തിലും ഈ കള്ളുകുടി എന്ന് പറയുന്നത് അതൊരു ഐസൊലേറ്റഡ് ഇതല്ല. അത് നമ്മളെ ഒരു ലാസ്റ്റ് ഒരു ഡെസ്പറേറ്റ് മെഷർ ആയിട്ടാണ് പലരും അതിലേക്ക് പോണത്. ഇപ്പൊ കാംബ്ലിയുടെ കാര്യത്തിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. J49 എന്ന് പറഞ്ഞ ജുഹൂലത്തെ ഒരു ക്ലബില് കളിക്ക് മുമ്പ് തലേന്ന് രാത്രിയൊക്കെ അവിടെ ഉണ്ടാവും. എന്താ വെച്ചാൽ അത്രയും ആ ഒരു സമയമാകുമ്പോഴേക്കും അത്രയും ഇൻസെക്യൂർ ആയിട്ടുണ്ടായിരുന്നു. ആർക്കും തന്നെ പറ്റി ഒരു വിചാരമില്ല, എല്ലാവർക്കും സച്ചിനെ മതി, ആർക്കും എന്നെ വേണ്ട, അങ്ങനത്തെ ആ ഒരു. ഇപ്പൊ ശിവയുടെ ആ ഇന്റർവ്യൂവിൽ ഞാൻ ശരിക്കും നോട്ട് ചെയ്ത് എനിക്ക് ഒരു സെൽഫ് എസ്റ്റീമും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായി ഏകദേശം കാംബ്ലി. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കളർ മാത്രല്ല, അപ്പൊ സോഷ്യൽ, കാംബ്ലിയുടെ കാര്യത്തിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കൂടി പ്രശ്നമായിരുന്നു. വളരെ ഒരു പാവപ്പെട്ട കുടുംബം, പിന്നെ ഒരു ബാക്ക്വേർഡ് കാസ്റ്റ് കുടുംബം, ഇതൊക്കെ കൂടി ഒരു കോമ്പിനേഷൻ ആയിരുന്നു. സദാനന്ദ് വിശ്വനാഥിന് ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതെയും കൂടി അച്ഛനും അമ്മയും മരിച്ചു, പെട്ടെന്ന് ആ ഒരു ഒറ്റയ്ക്കായി എന്നുള്ളൊരു വിചാരം, അതിന്ന് പിന്നെ കള്ളുകൂടി ഇതൊക്കെ തുടങ്ങി. പക്ഷെ ഇതൊന്നും മാനേജ് ചെയ്യാൻ ഇപ്പോഴാണെങ്കിൽ പിന്നെയും കുറച്ച്. ഇപ്പൊ പൃഥ്വി ഷോക്ക് ഈ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പൊ ആദ്യം IPL തിരിച്ചെത്തിയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യോന്ന് എനിക്കറിയില്ല, പക്ഷെ പലരും പൃഥ്വി ഷോനെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ ആ ഒരു കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ട് ആൾക്കാർക്ക്. ഇത് ഇവൻ വെറും ഒരു കള്ളുകൂടിയനാന്ന് പറഞ്ഞ് ചഹാലാണോ വേറൊരാള് ഇപ്പൊ കുടി നിർത്തി എന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ വേറെ പല ഷഹലിന്റെ കാര്യത്തിൽ പിന്നെ ഡിവോഴ്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ പേഴ്സണൽ ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ ഇതൊക്കെ ഇപ്പൊ കളിക്കാരൻ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കോഹ്ലിയൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഡിപ്രഷനെ പറ്റി സംസാരിച്ചു. അതിനുശേഷം എല്ലാവരും കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോഹ്ലിയെ പോലത്തെ ഒരു കളിക്കാരൻ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കും. മറ്റേത് ഇപ്പൊ ശിവ പറയുന്നു എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു, നീ പോടാന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ വലിയ കളിക്കാർ അതിനെപ്പറ്റി ഓപ്പണായി സംസാരിക്കുമ്പോൾ ഇപ്പൊ പൊതുവെ ക്രിക്കറ്റില് മെന്റൽ ഹെൽത്ത് എന്നുള്ളതിനെ പറ്റി കുറച്ചും കൂടി ശ്രദ്ധ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഫുള്ളി പെർഫെക്റ്റ് ആന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ 80കളിൽ ഇവര് കളിക്കുന്ന സമയത്ത് ഈ റേസിസവും ഇതും കാസ്റ്റും ഇതൊക്കെ കൂടാതെ സീറോ മെന്റൽ ഹെൽത്ത് അവയർനെസ് ആയിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിലൊക്കെ ഈ പറഞ്ഞൊരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പല കാര്യത്തിലും ഇപ്പൊ ഈ നിക് നെയിംസ് ഇതൊക്കെ പലതും പ്രോബ്ലംസ് ആണ് ശരിക്കും. അത് ഈ ഇഷാന്ത് ശർമ്മയ്ക്ക് ഇതേപോലെ ആരോ കാലിയാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരോ വേറെ ഏതോ ഒരു ടീംമേറ്റ് പറഞ്ഞു ഇതിങ്ങനെ വിളിക്കാൻ പാടില്ല, നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ അതേതൊരു ഫോറിൻ ടീംമേറ്റ് ആയിരുന്നു, കാലിയ കുബോൾ എന്നാണ് എന്തോ പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊരു കുറെയൊക്കെ പ്ലെയർ എഡ്യൂക്കേഷന്റെ ഭാഗവും കൂടിയാണിത്. നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന്. ഇപ്പൊ ശിവ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു വെസ്റ്റ് ഇൻഡീസ് ഡ്രസ്സിംഗ് റൂമിലായിരുന്നു, പക്ഷെ അവിടെയും റേസിസ് ആണ്. മൈക്കിൾ ഹോൾഡിങ് എന്നോട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനെ അമ്മയുടെ വീട്ടുകാർ വീട്ടിൽ കയറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ അമ്മയുടെ നിന്ന് 2 ഷെയ്ഡ് ഡാർക്കർ ആയിരുന്നു. രണ്ടുപേരും കറുത്ത വർഗ്ഗക്കാരാണ്, പക്ഷെ അച്ഛന്റെ സ്കിൻ കുറച്ചും കൂടി ഡാർക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റിയിട്ടില്ല. അപ്പൊ അവിടെയും അവരുടെ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിലും കൂടി ഇത് അത്രയും ഉള്ള ഒരു പ്രശ്നമാണ്. ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല.